ബൈബിളിൽ ഏലിയാവിന് രാജാക്കന്മാരുടെ വസ്ത്രമില്ല. ഈ ബസ് 1-2 വാക്യങ്ങൾ ഒന്ന് വായിപ്പിച്ചേക്കാം. കുറച്ചുകൂടെ ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യും. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവരോട്, നിങ്ങളെ എതിരേറ്റ് വന്ന് ഈ വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്താന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. ഒരു ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഡ്രസ്സാ പുള്ളി ധരിച്ചിരുന്നത്. പുരോഹിതന്മാരുടെ വസ്ത്രം അറിയാലോ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, ലേവ്യന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു എടുപ്പുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോൾ, പിന്നെ പുരോഹിതനൊക്കെ ഡ്രസ്സിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ എഴുന്നേറ്റ് ഇരിക്കും. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പ് നൂല് ഇവ അലക്കുന്ന ഒറ്റ തയ്യലിൽ തുന്നിയ വലിയ വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഏലിയാവിനെ നോക്കി, പുള്ളിയുടെ ഡ്രസ്സ് എന്തായിരുന്നെന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ഒരാളായിരുന്നു. ഹല്ലേലൂയ. അവൻ തിശ്ബിനായ ഏലിയാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന പോലെ വലിയ ഡ്രസ് കോഡൊന്നും പുള്ളിക്കില്ല. ഇതൊക്കെ ഉള്ളൂ. ഇതേ പാറ്റേണിലാണ് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന വേറൊരാള് പുതിയ നിയമത്തിൽ യോർദാനിൽ നിന്ന്. പുള്ളിയുടെ പേര് സ്നാപക യോഹന്നാൻ. ഒട്ടകത്തിന്റെ തോൽവാറ് കൊണ്ട് ധരിച്ച വസ്ത്രം വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു ഭക്ഷണം. കാരണം ഇമ്പാർട്ടേഷൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നത്. ഇതേ മോഡിലായിരുന്നു പുള്ളി നിന്നത്. Are you with me? Yes. Hallelujah. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് താൻ സേവിക്കുന്ന ദൈവം എന്ന ബന്ധമാണ്. ശരിക്കും പാസ്റ്റർ നമ്മളെയൊക്കെ ഡിഫറന്റ് ആക്കിയത് അതല്ലേ? നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ദൈവത്തോടുള്ള ബന്ധമല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ ദൈവം എന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, അവൻ എന്നെ വിളിച്ച് വേർതിരിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ എന്നെ അഭിഷേകം ചെയ്തില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കരുണയും കൃപയും എൻ്റെ മേളിൽ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ പൊന്ന് കർത്താവേ, എന്തായിരുന്നേനെ എൻ്റെ അവസ്ഥ? എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുകഴാനോ പറയാനോ അഭിമാനിക്കാനോ സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവമുണ്ട് എന്നുള്ള, ഞാൻ ജീവനുള്ള ഒരു ദൈവത്തെ സേവിക്കുന്നു എന്ന ബന്ധമല്ലേ? പക്ഷേ ആ ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തോട് നിനക്കാഴമേറിയ ഒരു ബന്ധമുണ്ടെങ്കിൽ, നീ ആരുടെ മുമ്പിലും നിൽക്കും, ഏത് അധികാരിയുടെ മുമ്പിലും നിൽക്കും. ഒരാഭിചാരവും നിനക്ക് ഫലിക്കുകയില്ല, ഒരു ലക്ഷണവിദ്യ നിനക്ക് കേൾക്കുകയില്ല. ദൈവം ഒരുത്തന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുത്തൻ ഇരുന്നാൽ, അവനെ തകർക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അവന്റെ ഐഡന്റിറ്റി ദൈവമായിരുന്നു. ബഥാനിയയിൽ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ബഥാനിയയിൽ ലാസർ എന്ന് പറയുന്ന അവളുടെ സഹോദരി മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിൽ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. നിങ്ങൾ ആ വാക്കൊന്ന് മനസ്സിരുത്തി വായിച്ചേ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമം, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആ ഗ്രാമത്തിൽ, ആ വില്ലേജിൽ മാർത്തയും മറിയയും ലാസറും മാത്രമേ ഉള്ളൂ? എത്രയോ ആളുകളുണ്ട്. പക്ഷെ അന്നും ഇന്നും ഇനിയെന്നും ഈ സഹോദരിമാരുടെ പേരിൽ, ആ വ്യക്തിയുടെ പേരിലാണ് ആ വീട് അറിയപ്പെടുന്നത്. ഇപ്പോഴും പാലസ്തീനിൽ സഞ്ചരിച്ച് ബഥാനിയയിൽ നമ്മൾ എത്തിയാൽ, ഈ വരുന്ന വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഈ തീർത്ഥാടനത്തിന് വരുന്ന മുഴുവൻ ആളുകളും കാണാൻ പോകുന്നത് അവിടുത്തെ എല്ലാവരുടെയും വീടല്ല, മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും വീടാണ്. അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന മുഴുവൻ കടയും കച്ചവടവും എല്ലാം ഈ കുടുംബത്തെ ബേസ് ചെയ്താണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കുടുംബം മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതും അന്നും ഇന്നും ഇനി എന്നും ബഥാനി എന്ന സ്ഥലം ഈ ഒരു ഫാമിലിയുടെ പേരിൽ അറിയപ്പെടുന്നതിന്റെ പിറകിൽ ഒറ്റ കാരണേ ഉള്ളൂ. ആ ദേശത്തിൽ ആ വീട്ടിൽ യേശു വരുവായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആ കുടുംബം യേശു കർത്താവിന് വേണ്ടി സമർപ്പിച്ച കുടുംബമാണ്. ആമേൻ. ആ കുടുംബം കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത കുടുംബമാണ്. ആ കുടുംബത്തിലെ പ്രിയ മകനെ യേശു ഉയർപ്പിച്ചതാണ്. ആ ഭവനത്തിന്റെ പ്രതിസന്ധിയെ കർത്താവ് മാറ്റിയതാണ്. ഏറ്റവും വിലയേറിയ തൈലം കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊഴിച്ച് അവർ കർത്താവിനെ ആരാധിച്ചതാണ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഏറ്റവും വിലയേറിയ തൈലം യേശുവിന്റെ കാലിൽ പൊട്ടിച്ചൊഴിച്ച് വീട് മുഴുവൻ സുഗന്ധപൂരിതമാക്കിയ ആ കുടുംബത്തിലെ സഹോദരൻ ലാസർ മരിച്ച് കല്ലറയിൽ വെച്ച് 4-ാം ദിവസം യേശു ആ വീട്ടിൽ വന്ന് അവനെ അടക്കിയത് എവിടെയെന്ന് ചോദിച്ച് കല്ലറവാതിക്കൽ ചെന്ന് അവനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ, ഈ സഹോദരിയായ മാർത്തയും മറിയയും, ഹല്ലേലൂയ, ഈ മറിയം നല്ല അംശം തിരഞ്ഞെടുത്തവൾ, കർത്താവിന്റെ പാദത്തിലിരുന്ന് ദൈവവചനം പഠിച്ചവൾ, വിലയേറിയ സ്വച്ഛതയുടെ മാംസതയിലും കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊഴിച്ച് സുഗന്ധപൂരിതമാക്കിയ, ഫ്രാഗ്രന്റ് ആക്കിയ ഈ കുടുംബത്തെ നാറാൻ, ആ കുടുംബത്തിലെ സഹോദരൻ ചീഞ്ഞ് നാറാൻ, ആ കുടുംബത്തെ നാട്ടുകാര് ചോദ്യം ചെയ്യാൻ എന്റെ യേശു അനുവദിച്ചില്ല. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും വിലയുള്ളത് അവന്റെ സന്നിധിയിൽ ഇട്ടിട്ടുണ്ടോ? നിന്നെ തന്നെ നീ കൊടുത്തിട്ടുണ്ടോ? അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ചില യൂദാമാർ അപ്പുറത്തിരുന്ന് പിറുപിറുത്താലും അതൊന്നും വകവയ്ക്കാതെ നീ അത് ചെയ്തിട്ടുണ്ടോ? ആത്മാവ് നിന്നോട് പറയുന്നു, ദേശത്തിന്റെ നടുവിൽ, കുടുംബത്തിന്റെ നടുവിൽ നിന്നെ ഒരു നാറ്റ കേസാക്കാതെ, ഒരപമാന വിഷയമാക്കാതെ എന്റെ ദൈവം മാനിക്കും. നിന്റെ തലമുറയെ മാനിക്കും. ഈ കുടുംബം മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് യേശു ആ വീട്ടിൽ വന്ന കാരണം കൊണ്ടാണ്. കബർന്നഹോമിലെ വീട്, കബർന്നഹോമിലെ വീട്, കബർന്നഹോമിലെ വീടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ അകത്ത് ഒരു സാധനം വന്നോ? എന്തുവാ? 4 ആൾ ഒരു പക്ഷപാതക്കാരനെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ കെട്ടി താഴോട്ട് ഇറക്കി വെച്ചു. കബർന്നഹോമിലെ വീട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിൽ യേശു പ്രസംഗിക്കുന്ന വീടായിരുന്നു. ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി. ബഥാനിയയിൽ ലാസറിന്റെ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി. കാനാവിലെ കല്യാണത്തിൽ യേശു വന്നു. ആ കല്യാണം മറ്റുള്ള കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. യേശു കർത്താവ് കുറച്ചു സമയം യേശു കർത്താവിനെ പുൽത്തൊഴുത്തിൽ, കന്നുകാലിപ്പുരയിൽ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ കിടത്തി. കാലിത്തൊഴുത്ത് വാല്യുബിളായി. ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിൽ, ശാപത്തിന്റെ സിമ്പിളായ ക്രിമിനലുകളെ, കുറ്റവാളികളെ കുരിശിക്കുന്ന ശാപത്തിന്റെ അടയാളമായ കുരിശിൽ യേശു കർത്താവ് കിടന്ന കാരണം കൊണ്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പലായി. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമാകും. യേശു ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാകും. യേശു ഒരു തലമുറയിൽ വന്നാൽ ആ തലമുറ മറ്റുള്ള തലമുറയിൽ നിന്ന് വ്യത്യസ്തമാകും. ഞാൻ ഉറപ്പ് പറയുന്നു, എത്ര ശപിക്കപ്പെട്ട കുടുംബത്തെയും എത്ര പരാജയപ്പെട്ടവനെയും ഇന്ന് പകലൊരു അത്ഭുതമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ചരിത്രങ്ങൾ പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട് സാക്ഷ്യം പറയാൻ ഒത്തിരി പേർ. എന്തിനാണ് മറ്റുള്ളവരുടെ കഥകളിലേക്ക് പോകുന്നത്? നിങ്ങളുടെ സ്റ്റോറി എടുക്കൂ. ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതിലുള്ള നന്മയല്ലേ ഉള്ളൂ. ഇല്ലെന്ന് പറയാവോ? അതല്ലേ ഉള്ളൂ. മറ്റുള്ള എല്ലാവരെക്കാളും അധികം എന്റെ ദൈവം നിന്നെ, നിന്റെ തലമുറയും ശ്രേഷ്ഠമായി നടത്തിയില്ലേ? ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷനിൽ, കോവിഡ് കാലത്ത് പോലും എല്ലാവർക്കും ക്ഷാമമാ, ദാരിദ്ര്യാന്ന് പറഞ്ഞ ക്ഷാമകാലത്ത് പോലും ഈ ദൈവം നിന്നെ ക്ഷേമമായി നടത്തിയില്ലേ?
ഈ കർത്താവ് എത്ര വലിയവനാണ്. ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നായ്സോടെ കാണേണ്ട ആളുകളാണോ നിങ്ങൾ? നിങ്ങൾ അനുഭവിച്ച പ്രശ്നത്തിന്റെ, നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നത്തിന്റെ, ഞാനും നിങ്ങളും അഭിമുഖീകരിച്ച പ്രശ്നത്തിന്റെ 1% പോലും ഫേസ് ചെയ്യാൻ പറ്റാതെ ഒരു തുണ്ട് കയറിലും ഒരു കുപ്പി വിഷത്തിലും ട്രെയിനിന്റെ അടിയിലും പലതും തീർത്തപ്പോഴും ഇന്നും ഞാനും നീയും ഇതിനകത്ത് ഇരിക്കുന്നതിന്റെ കാരണം ഈ ഞാൻ ബലവാനായതുകൊണ്ടല്ല, എന്റെ ദൈവം ബലവാനായതുകൊണ്ട്. ഞാൻ ശക്തനായതുകൊണ്ടല്ല, എന്റെ ദൈവം ശക്തനായതുകൊണ്ട്. തീർച്ചയായും ഏലിയാവ് എവിടെയാണ് നമുക്ക് സമസ്വഭാവമുള്ളവനാകുന്നത്? ഒന്ന്, അവൻ ദൈവവുമായി ആഴമേറിയ ബന്ധമുള്ളവനായിരുന്നു. 2, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് ഈ പുള്ളിക്കൊരു ഭരണകൂടത്തോട് പറയാൻ കഴിയണമെങ്കിൽ അവൻ ആ ദൈവത്തെ അത്രയധികം വിശ്വാസമായി. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവമായ യഹോവയാണ്, കർത്താവായ യേശുവിനെയാണെന്നുള്ളവരൊന്ന് കൈ ഉയർത്തി. ഇപ്പോഴും ആ ദൈവത്തോട് എനിക്ക് ബന്ധമുണ്ടെന്നുള്ളവർ കൈ ഉയർത്തി. ഞാൻ ഇപ്പോഴും എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളവർ കൈ ഉയർത്തി. ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. ആ ഫെയ്ത്ത് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല, ഞാൻ പ്രാർത്ഥിച്ചതേ നടക്കൂ, എന്നോട് ദൈവം പറഞ്ഞത് അങ്ങനെ സംഭവിക്കും. എന്റെ ചുറ്റും എന്തെല്ലാം ഇൻസിഡന്റുകൾ ഉണ്ടായാലും, എനിക്ക് ചുറ്റും എന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരുന്നാലും, എന്റെ കാതിൽ ഞാൻ കേട്ട പ്രവചനവും ഞാൻ കേട്ട ദൂതും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുമെന്ന എന്റെ ഉറപ്പ്. എന്റെ ഉറപ്പ്. കപ്പല് തകർന്ന് തരിപ്പണമായി. ഈശാനമൂലൻ എന്ന കാറ്റടിച്ചു. ഞാൻ ഇതിന്റെ നടുവിലോട്ട് ഇറങ്ങാൻ പോവാണ് ശുശ്രൂഷിക്കാൻ. എന്റെ ആത്മാവ്, ദൈവാത്മാവ് ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ചിലതിന്റെ ചരിത്രം, ജീവിതത്തിന്റെ അവസ്ഥകൾ കപ്പല് തകർന്ന് തരിപ്പണായി. ഞാൻ ദൈവം എന്നെ കഴിഞ്ഞ വർഷം ആ സ്ഥലത്ത് അയച്ചു സഹോദര. മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് എന്നെ അയച്ചു. ആ കപ്പല് തകർന്നടിഞ്ഞ സ്ഥലം ഞാൻ സന്ദർശിച്ചു. അതൊരു ചെറിയ കടലല്ല. അവിടെ ഇപ്പോഴും ആ കടൽക്കരയിൽ അടിക്കുന്ന കാറ്റിന്റെ ശക്തി ഭയങ്കരമാണ്. അന്നത്തെ കാലം അവസാനത്തെ പായി പറന്നുപോയി. രക്ഷപ്പെടും, അങ്ങനെ ബൈബിൾ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ രക്ഷപ്പെടും എന്ന ആശയൊക്കെ അറ്റുപോയി. നിങ്ങളുടെ ലഗേജുകൾ, ചരക്കുകൾ വെള്ളത്തിലേക്ക് എടുത്ത് കളയാൻ അപ്പോസ്തലൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ എല്ലാം പ്രാണൻ അപകടത്തിലാണ് എന്ന മനുഷ്യൻ ഡിക്ലെയർ ചെയ്തു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി അവസാന അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പൗലോസിന് പ്രത്യക്ഷമായി. പൗലോസെ, ഭയപ്പെടരുത്, നീയും നിന്റെ കൂടെയുള്ളവരും സേഫാണ്. നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. വാക്യം വായിക്കണം പാസ്റ്ററെ. അപ്പോസ്തല പ്രവൃത്തികൾ എന്റെ ഉടയവനും. അപ്പോസ്തല പ്രവൃത്തികൾ 27:23 വായിക്കാം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. ഇങ്ങനൊരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. മക്കളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ഏറ്റവും പുറകിൽ അമ്മച്ചി, കപ്പല് തകർന്നു,
അച്ഛാ കപ്പൽ തകർന്നു, നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല, പലക കണ്ണങ്ങൾ ഇളകി പൊക്കൊണ്ടിരിക്കുക. പായ്ക്കപ്പലാണ്, അവസാനത്തെ പായും പറന്നുപോയി. അവിടെ എഴുതിയിട്ടുണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. നിങ്ങളുടെ എല്ലാം പ്രാണൻ അപകടത്തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരാ പറഞ്ഞേ? സഭയുടെ പാസ്റ്റർ, അപ്പോസ്തലൻ, പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞു ആര് രക്ഷപ്പെടുകയല്ലെന്ന്. പക്ഷെ അതേ മനുഷ്യന് അന്ന് രാത്രിയിൽ ദൈവിക ഇടപെടലുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ആരും തകർന്നു പോകത്തില്ല, ആർക്കും മരണം ഉണ്ടാകത്തില്ല, നിങ്ങളെല്ലാരും രക്ഷപ്പെടും. ഈ ദൂത് കേട്ട് കഴിഞ്ഞപ്പോ പൗലോസ് പറഞ്ഞ വേർഡാണ് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്. ഇതാണ് ഏലിയ പറഞ്ഞത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ ഉടയവനും. ആ കൈ ഒന്ന് വെച്ചേച്ച് നെഞ്ചിലോട്ട് വെച്ച് പറഞ്ഞു, എനിക്കൊരു ഉടയവനുണ്ടെന്ന് പറ. എന്റെ ഉടയവനും. എന്റെ, എനിക്ക് എന്ന് പറയാൻ എന്താ ഉള്ള ഇവിടെ? എന്താ ഉള്ള? എന്റെ കാറ് എന്ന് പറയുന്ന കാറില്ലേ, 2 കൊല്ലോടെ കഴിയുമ്പോൾ വേറെ ആർക്കെങ്കിലും വിൽക്കും, അത് വേറൊരാളുടെ കാറാവും. പിടികിട്ടിയോ? എന്റെ ബൈക്ക് എന്ന് പറഞ്ഞ ബൈക്കില്ലേ, അത് 1 വർഷത്തോടെ കഴിയുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കും, നിങ്ങൾക്ക് കാറ് കിട്ടും. ആരണ്ടൊക്കെ ആമയും പറഞ്ഞു വിട്ടിരുന്നു. ഈ എന്റെ എന്ന് പറയാൻ എന്തുണ്ട് ഇവിടെ? എല്ലാത്തിനും മാറ്റം വരും. എന്റെ കസേര, ആ കസേര എല്ലാ കാലവും ഇരിക്കുമെന്ന് ഉറപ്പുണ്ടോ? പക്ഷേ ഇവിടെയും ഈ ഭൂമിയിലെ എന്റെ ജീവിതത്തിലും എന്റെ മരണാനന്തരവും എനിക്ക് പറയാൻ എന്റെ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതെന്റെ ദൈവമാണ്. അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ ഇന്നിവിടെ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്റെ ഉടയവൻ, എനിക്കൊരു ഉടയവനുണ്ട്. 2, ആ ദൈവത്തെ ഞാൻ സേവിച്ചു വരുന്ന ദൈവമാണ്. ദൈവത്തെ ശുശ്രൂഷിക്കാൻ, കർത്താവിനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ചിലരേക്ക് ഇരിപ്പ് കണ്ടിട്ട് ലീഡർഷിപ്പിന്റെ ഡാഗ് ഇട്ട് പണിയും കിട്ടിയവരിയ്ക്കുക. ദൈവത്തെ സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ഈ ജീവനുള്ള ദൈവത്തെ അറിയാൻ എത്രയോ എത്രയോ ജീവിതങ്ങൾക്ക്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായതിനെ ശിശുവായ എനിക്ക് വെളിപ്പെടുവാൻ ഹല്ലേലൂയ. എന്റെ കൂടെ എന്റെ അമ്മാച്ചനുണ്ടോ, അച്ചായനുണ്ടോ, ചേട്ടനുണ്ടോ, കുടുംബക്കാരുണ്ടോ, അയലോക്കക്കാരുണ്ടോ, എനിക്ക് അറിഞ്ഞൂടാ. ഉള്ളവർക്കായി സ്തോത്രം. ഇപ്പോൾ എന്റെ കൂടെ ഉള്ളവർക്കായി സ്തോത്രം. ഇനി കൂടെ നിൽക്കുമെന്ന് പറയുന്നവർക്കായി സ്തോത്രം. ഒന്നിലും എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊരു ഉടയവനുണ്ട്. ഇയ്യോബിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇയ്യോബ് പറയുന്നു, എന്റെ ഉടമസ്ഥൻ സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമുണ്ട്. ആ ദൈവം ഞാനിവിടെ ചില കാര്യങ്ങൾ ഡീൽ ചെയ്യും. എനിക്ക് തന്നെ സാധ്യമല്ല. അതാ യോഹന്നാൻ 15 എഴുതിയിരിക്കുന്ന, യേശുവിനെ പിരിഞ്ഞ്, അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മക്കളെ, ദൈവത്തെ മറന്നും ദൈവത്തെ ഉപേക്ഷിച്ചും എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പോകരുത്. അത് ശരിയാകുകയല്ല. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. എവിടെ നിൽക്കേണ്ടതാണ്? ഇപ്പൊ സത്യമായിട്ട് നിൽക്കാൻ പുള്ളിക്ക് ഇപ്പം നിൽക്കാൻ ഒരു പലകയില്ല. ഏതാ? കപ്പലിന്റെ പ്ലാറ്റ്ഫോം ഇളകിക്കൊണ്ടിരിക്കുക.
ഇപ്പം നിൽക്കാൻ ഒരു പ്രോപ്പർ സംവിധാനം ഇല്ല. അന്നേരം പുള്ളിയോട് പറയുന്ന അടുത്ത മാസം എവിടാ നിൽക്കുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി കൊണ്ട് എല്ലാം തീരുമെന്ന് ചിന്തിച്ചവനോട് അടുത്ത മാസത്തെ പ്രോഗ്രാം ലിസ്റ്റ് കൊടുക്കുക. ദൈവം നിന്നെ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കാതെ, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കാതെ നിന്റെ ഒരു രോമത്തെ തൊടാൻ പിശാചിന് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ഈ പകലിൽ ദൈവത്തെ ആരാധിക്കാം. അടിസ്ഥാനം ഇട്ടത് ദൈവമാണെങ്കിൽ, അടിസ്ഥാനം ഇട്ടത് ആ കരാണെങ്കിൽ അവൻ ആ പണി പൂർത്തീകരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, പൗലോസേ ഭയപ്പെടരുത്. അപ്പൊ ദൂത് കിട്ടി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൂത് കിട്ടിയെന്ന് പറഞ്ഞാട്ടെ. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂത് കിട്ടി. ഇപ്പൊ ദൂത് കേട്ടോണ്ടിരിക്കുന്നവരൊന്ന് കൈ ഉയർത്താവോ ഈ ചർച്ചിൽ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ദൂത് കേൾക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. എന്താ ആറ്റിറ്റ്യൂഡ്? ആ മനുഷ്യൻ പറയുന്നു, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കെ. എന്റെ ചോദ്യം, കാറ്റ് മാറിയോ? കാറ്റ് മാറിയോ? ഇല്ല. ഇല്ല. പുതിയ കപ്പല് വന്നോ? ഇല്ല. പറന്നുപോയ പായ് തിരിച്ചു വന്നോ? ഇല്ല. ഇളകിപ്പോയ പലക ചേർന്ന് വന്നോ? ഇല്ല. സാഹചര്യമൊക്കെ സെയിമാ. പോകുന്ന അവസ്ഥയൊക്കെ പഴയതുപോലൊക്കെ തന്നെയാ. പക്ഷെ എന്തോ ഒരു ഉറപ്പ്. ഇതൊക്കെ മാറാൻ പോവാ. ഈ അവസ്ഥകൾക്കൊക്കെ ഒരു വ്യത്യാസം വരാൻ പോവാ. എന്റെ ദൈവത്താൽ ചിലത് സംഭവിക്കാൻ ആ പ്രത്യാശ അകത്തോട്ട് കയറട്ടെ. ആത്മ മനുഷ്യനിൽ ആ ഉറപ്പുണ്ടാകട്ടെ. ഇത് ദൈവിക ആലോചനയായി സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം. അടുത്തിരിക്കുന്നുള്ള പറഞ്ഞിട്ട് വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ടിരുന്നോളാം പറ. വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ടിരുന്നോ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേല കാണത്തില്ലെന്ന് പറയുമ്പോഴും ചെങ്കടൽ അവിടെ തന്നെ ഉണ്ട്. ഫറവോൻ വീട്ടിലുണ്ട്. കുതിരയും കുളമ്പടിയും പുറകിലുണ്ട്. പ്രശ്നമെല്ലാം ഉണ്ട്. പക്ഷെ കറക്റ്റ് സമയമാവുമ്പോ വാഗ്ദത്തം ആക്ടിവേറ്റ് ആവും. ഇത് ഇന്ന് ചിലരുടെ മേളിലേക്ക് ഞാൻ റിലീസ് ചെയ്യാം. കൃത്യ സമയമാകും. ദൈവിക വാഗ്ദത്തം ആക്ടിവേറ്റ് ആവും. കാര്യത്തോട് അടുക്കുമ്പോ ദൈവം ഇറങ്ങി നിന്ന് കരുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സാന്നിധ്യം. ഏഞ്ചലിക് ഒരു മൂവ് നിൽക്കുക. Yes. Yes. Raikatalaba rakatalaba gaturaba. Libra kataba hosha prakatalaba. Baba 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 mama yana mama yana na 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 na. Baba baba yana na na mama mama yana. Sutalaba la katuri bibiri gada gada la bala gada. Katuna mana mana tura bara 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 bara. Baba baba tana tana tana. Katala mana 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 tura bara gada. മോനെ, നിന്റെ വിഷയത്തോട് നീ അടുക്കുമ്പോൾ, ആ കൃത്യ സമയമാകുമ്പോൾ നിന്റെ മേളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം അതിന് ജീവൻ പ്രാപിക്കും.
അതിന് ചിറകുകൾ ഉണ്ടാകും. ഇത് ഒരു നിമിഷോട് ഇരുന്നോ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വാഗ്ദത്തമുള്ളവർക്കെല്ലാം ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. എന്ത് വിഷയം വരുമ്പോഴും നാട്ടുകാരങ്ങനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർ അങ്ങനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴും ഉള്ളം പറയണ എന്റെ ദൈവം അങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞത്. എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വചനം അങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞത്. അതുറയ്ക്കണം, അതുറയ്ക്കണം. മനുഷ്യൻ പറഞ്ഞ വാക്ക് കണ്ടോ, അവൻ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. വിശ്വാസം ഒരാശ്രയമാണ്. വിശ്വാസം ആടി ഉലയുന്ന കപ്പലിനൊരു നങ്കൂരമാണ്. വിശ്വാസം എൻ്റെ പരിചയമാണ്. വിശ്വാസം എൻ്റെ കോട്ടയാണ്. വിശ്വാസം എൻ്റെ വെളിച്ചമാണ്. വിശ്വാസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. അവിശ്വസിക്കരുത്. നെഞ്ചിൽ കൈവച്ച് പറയണം, എനിക്കൊരു ഉടയവനുണ്ട്. അവൻ എന്നോട് പറഞ്ഞതുപോലെ, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞതുപോലെ, എൻ്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞതുപോലെ, എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സഭയോട് പറഞ്ഞതുപോലെ, എൻ്റെ അഭിഷിക്തനോട് പറഞ്ഞതുപോലെ, എൻ്റെ മീതെയുള്ള ദൈവദാസനോട് പറഞ്ഞതുപോലെ, എൻ്റെ സഹോദരിയോട് എൻ്റെ സഹോദരനോട് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. That is my assurance. അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ധൈര്യം, അതാ ധൈര്യം. അതുകൊണ്ട് താഴേക്ക് വായിപ്പിക്കാൻ സമയമില്ല. കപ്പൽ തകർന്നു, പലക ഖണ്ഡങ്ങളുടെ മേൽ പിടിച്ച് അവർ മറുകരയിലെത്തി. അവിടെ എഴുതിയിട്ടുണ്ട്, അവരിൽ ഒരാള് പോലും നഷ്ടമായി പോയില്ല. മക്കളെ, ഈ ശാനമൂലൻ ഉണ്ടാകാം, തിരമാലകൾ ഉണ്ടാകാം, നീ കാണുന്നതൊന്നും അത്ര നല്ലതായിരിക്കേലായിരിക്കാം. പക്ഷേ നിന്റെ മേളിൽ ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിച്ചത് നിന്നെ എത്തിച്ചിരിക്കും. നീ അവിടെ എത്തിയിരിക്കും. അവിടെ എല്ലാ ഭയവും മാറട്ടെ. ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ, മക്കളെ കുറിച്ചുള്ള ആകുലതകൾ, ബിസിനസിനെ കുറിച്ചുള്ള ആകുലതകൾ, അവരുടെ പഠിത്തത്തെ കുറിച്ചുള്ള ആകുലതകൾ, ശുശ്രൂഷയെ കുറിച്ചുള്ള ആകുലതകൾ. ചിലർ പറയുന്നു, എനിക്ക് പ്രായം ഇത്രയായി, സമയം ഇത്രയായി, ഒന്നും നേടാൻ കഴിഞ്ഞില്ല, ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല, എന്റെ സമയങ്ങൾ മുന്നോട്ട് പോകുന്നു. ഡോണ്ട് വറി, ഭാരപ്പെടണ്ട. നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെ വർഷങ്ങളായി ദൈവം തിരിച്ചു തരും. നിനക്ക് നഷ്ടപ്പെട്ട സന്മത്സരങ്ങളെ സന്മത്സരമായി ദൈവം തിരിച്ചു തരും. ഏലിയാവ് എവിടെയാണ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായത്? ഒന്ന്, ജീവനുള്ള ദൈവത്തെയാണ് ഏലിയാവ് സേവിച്ചത്. ഞാനും അങ്ങനെയാണ്. ആ ദൈവത്തിലാണ് ഏലിയാവ് വിശ്വാസം അർപ്പിച്ചത്. ഞാനും അങ്ങനെയാണ്. എൻ്റെ പ്രാർത്ഥനകൾക്ക്, എൻ്റെ വാക്കുകൾക്ക് മാനം നൽകുന്ന, അതിനെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ് ഏലിയാവിനുണ്ടായിരുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ദൈവം അത്ഭുതമാക്കി മാറ്റുന്നത്. വേദപുസ്തകത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏലിയാവ് അറിഞ്ഞ സത്യത്തെ വിളംബരം ചെയ്യാൻ ആഹാബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏലിയാവിനെ നിങ്ങൾക്ക് കാണാം. അറിഞ്ഞ സത്യത്തെ വിളംബരം ചെയ്യാൻ അഗ്രിപ്പായുടെ മുമ്പിൽ നിൽക്കുന്ന പൗലോസിനെ നിങ്ങൾക്ക് കാണാം. ചങ്ങലകൾ ധരിച്ചുകൊണ്ടും
സത്യം സത്യമായി വിളിച്ചു പറയുകയാണ്. ഈ കൂട്ടത്തോട്, മുഴുവൻ ജനത്തോട് ഞാൻ സ്നേഹത്തോടെ പറയാം, മക്കളെ, നിങ്ങളുടെ അകത്തൊരു വെളിച്ചം കത്തുന്നു. നിങ്ങൾ അറിഞ്ഞ ഈ സത്യത്തെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവകൃപയെ കട്ടിലിന്റെ കീഴിൽ വെക്കാനല്ല, ഒളിച്ചു വെക്കാനല്ല, ഈ വിളക്കിനെ തണ്ടിന്റെ മേൽ ഉയർത്തി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മേളിൽ ഒരു വാക്ക്, ഒരു അനുഗ്രഹത്തിന്റെ വാക്കിടുകയാണ്. നീ ദേശത്തിനൊരു വെളിച്ചമായിരിക്കും, നീ കുടുംബത്തിനൊരു വെളിച്ചമായിരിക്കും, നീ പട്ടണങ്ങൾക്കൊരു പ്രകാശമായിരിക്കും. നീ അറിഞ്ഞ ദൈവകൃപയും പ്രാപിച്ച ദൈവശക്തിയും നീ വിശ്വസിച്ച വിശ്വാസവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയമുള്ളവരെ, പാസ്റ്ററെ, അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിച്ച്. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഉള്ള സത്യം മുഖത്ത് നോക്കി പറയുന്നവനെ സമൂഹം ഒറ്റപ്പെടുത്തും. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ദൈവം എലിയാവിനോട് പറഞ്ഞു, ഈ കേറി ദൂത് പറഞ്ഞത് ആഹാബിനോടാ, ഇസബേലിനോടാ. കടുകട്ടിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല, തീർത്തുകളയും. ഏലിയാവിനോട് പറയാണ്, നീ പറയേണ്ടത് പറഞ്ഞു, ഞാൻ നിന്നെ അറിയിച്ച ദൂത് മറ പിടിക്കാതെ നീ പറഞ്ഞു. പക്ഷെ നിന്നെ എനിക്ക് സേഫ് ആക്കണം, കാരണം ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്. കെരീത്ത് എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ, നീ അവിടെ പോയി ഒളിച്ചിരിക്കണം. ലൊക്കേഷൻ കൃത്യമായിട്ട് പ്രൊഫറ്റിന് കിട്ടും. നീ അവിടെ പോയി ഒളിച്ചിരിക്കണം. ഞാൻ നിന്നെ കരുതാൻ, നിനക്ക് ഫുഡ് കൊണ്ട് തരാൻ. മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല, മനുഷ്യരോട് പറഞ്ഞാൽ ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. മനസ്സിലായോ? ദൈവത്തിന് മനുഷ്യനേക്കാൾ കുറച്ചുകൂടെ വിശ്വാസം കാക്കയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ ചിലപ്പോ പോയി ആഹാബിനോട് പറഞ്ഞു കൊടുത്താലോ, ഇപ്പുറത്ത് നിൽക്കുന്നവൻ അപ്പുറത്ത് പോകുന്ന, അപ്പുറത്ത് നിൽക്കുന്നവൻ ഇപ്പുറത്ത് വരുന്ന ഒരു പ്രത്യേക സീസണിലാണല്ലോ നമ്മൾ ചേർന്ന് രാമേൻ പറഞ്ഞു. പിന്നെ കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് ദൈവം കാക്കയോട് പറഞ്ഞു. ഇവിടെ ഞാൻ കാണുന്നത് കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. പറഞ്ഞ സെപ്പറേഷൻ, ഒറ്റയ്ക്ക് ഏകാന്തമായി തനിച്ച് മാറിപ്പോയി ഇരിക്കുന്ന ഒരു സ്ഥലം. എപ്പോഴും ഓർക്കണം, സത്യത്തിന് വേണ്ടി നിന്നാൽ, ഈ വചന സത്യത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന എല്ലാവർക്കും ഒരു സെപ്പറേഷൻ ഉണ്ടാവും. ഞാൻ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തിൽ നിന്ന്, സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് ഈ വചന സത്യം അനുസരിച്ചതിനാൽ, സത്യത്തിന് വേണ്ടി നിന്നതിനാൽ, ഏറ്റവും വലിയ ഒരു പുള്ളിയുടെ മുമ്പിൽ, ഒരു പരമാധികാരിയുടെ മുൻപിൽ നിന്ന് 17 വയസ്സുള്ള സമയത്ത് സ്നാനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും പറഞ്ഞതിനാൽ മുടക്ക് ലെറ്റർ അടിച്ച് ഒപ്പിട്ട് കൈ തന്നു. 17 വയസ്സ്, +2 കഴിഞ്ഞ് നിൽക്കുന്ന, എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുറത്താക്കി, ഒറ്റപ്പെട്ടു. ഇന്നെൻ്റെ അമ്മ ഈ ആരാധനയിലുണ്ട്. എൻ്റെ സഹോദരങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിലുള്ള പലരും കർത്താവിലേക്ക് തിരിഞ്ഞു. പക്ഷെ അന്ന് അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളില്ലായിരുന്നു. പലരും കരുതി, പലരുടെയും മുമ്പിൽ ഞാനൊരു ചോദ്യചിഹ്നമായി, ഇനി ഇവന്റെ ഭാവി എന്താവും, ഇവൻ എന്തായി മാറും. ഇവന്റെ സഹോദരങ്ങളെ പോലെ, ഇവന്റെ കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ, ഇവന്റെ കൂട്ടുകാരെ പോലൊന്നും ഇനി ഇവനാകില്ല.
ചിലരുപയോഗിച്ച പദപ്രയോഗങ്ങളും ചിലർ പറഞ്ഞ വാക്കുകളും ഞാൻ ചിന്തിക്കുന്നതിനും ഞാൻ പറയുന്നതിനും അപ്പുറമാണ്. അത് ലൈവിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു തെരുവ് ദണ്ഡിയെ പോലെ വഴിയിലൂടെ നടന്ന് ഈ കൂട്ടത്തിൽ ഇറങ്ങിയാൽ, വിശ്വാസത്തിൽ ഇറങ്ങിയാൽ, ഈ വിഭാഗത്തിന്റെ കൂടെ പോയാൽ നിനക്ക് അങ്ങനെ അവസ്ഥയാകും. നീ അതുകൊണ്ട് മര്യാദയ്ക്ക് തിരിച്ച് അതിനകത്ത് പോയി കയറി നീ ഞങ്ങളുടെ കൂടെ മര്യാദയ്ക്ക് നിന്നാൽ, വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കാതെ, സ്വോത്രമൊന്നും പറയാതെ, അല്ലേലി ഒന്നും പറയാതെ, നീ ഈ പറയുന്ന കാര്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഞങ്ങളുടെ വകുപ്പിനകത്ത് സെറ്റായി നിന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ കാണും. ഞാൻ പറഞ്ഞു, വലിയ പുള്ളി മുതൽ മേളിൽ നിന്നവർ മുതൽ താഴെ നിന്നവരോട് പറഞ്ഞു, ഞാൻ വലിയവനായ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് നിങ്ങൾക്കും പറയാം. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാവി എന്താകും എന്നെനിക്ക് അറിയത്തില്ല, പക്ഷെ എൻ്റെ ഭാവിയെ അറിയാവുന്നവനെ ഞാൻ അറിഞ്ഞു. ആ വാക്ക്, എൻ്റെ ഭാവി എന്താകും എന്നെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ ഭാവിയെ അറിയാവുന്നവനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഭാവി തീരുമാനിക്കുന്നത് നാട്ടുകാരോ കുടുംബക്കാരോ അസൂയാലുക്കളോ ശത്രുക്കളോ അല്ല. ഞാൻ ആരെ സേവിക്കുന്നുവോ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവോ, ഞാൻ ആരുടെ പിന്നാലെ ഇറങ്ങിയോ ആ ദൈവമാണ്. ദൈവത്തെയാണ്. എന്റെ മക്കളെ, ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയി. ഞാൻ നിന്നെ കരുതും. മക്കളെ, ഒറ്റപ്പെടലിന്റെ നടുവിലും നിന്നെ കരുതാൻ മറക്കാത്തൊരു ദൈവമുണ്ട്. ഒറ്റപ്പെടലിന്റെ നടുവിലും നിന്നെ കരുതാൻ മറക്കാത്തൊരു ദൈവമുണ്ട്. ഒറ്റപ്പെടലിന്റെ നടുവിലും നിന്നെ പുലർത്താൻ മറക്കാത്തൊരു ദൈവമുണ്ട്. സെപ്പറേഷൻ ഉണ്ടോ? എവിടെങ്കിലും സെപ്പറേറ്റ് ചെയ്തോ? ഒറ്റപ്പെട്ടോ മോനെ? എവിടെങ്കിലും നീ ഒറ്റപ്പെട്ടോ? മോളെ, എവിടെങ്കിലും ഒറ്റപ്പെട്ടോ? ആരെങ്കിലും നിനക്ക് തരേണ്ട പരിഗണനകൾ തരാതെ പോയോ? നിന്നെ ആരെങ്കിലും അവഗണിച്ചോ? പാസ്റ്ററോട് പറ, അവഗണിച്ചോ? എവിടെങ്കിലും അവഗണിച്ചോ? ഞാൻ നിന്റെ തലയിൽ കൈവച്ച് പറയുന്നു, വെയിറ്റ്, മൊത്തം കേട്ടിട്ട് കൈ അടിക്കാവൂ. ഞാൻ നിന്റെ തലയിൽ കൈവച്ച് ആത്മാവിൽ പറയുന്നു, നിന്നെ അവഗണിച്ചവർ നിന്നെ പരിഗണിക്കേണ്ടി വരും. വിശ്വസിക്കുന്നവരൊന്ന് കരമൺ, നിന്നെ പരിഗണിക്കേണ്ടി വരും. അതിനുള്ള എല്ലാ വഴിയും ദൈവം ഉണ്ടാക്കും. 100%. പ്രവാചകനായ യെശയ്യാ പറയുന്നു, നിന്നെ നിന്ദിച്ചവർ നിന്റെ കാല് പിടിച്ച് നമസ്കരിക്കും. ഏലിയാവ് ഇവിടൊക്കെയാ നമുക്ക് സമസ്വഭാവമുള്ളവനാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ കെരീത്ത് എന്ന ഒറ്റപ്പെടലിൽ ഒറ്റയ്ക്ക് പോയി ഇരിക്കേണ്ടി വന്നു. എന്നെ ശ്രദ്ധിച്ചേട്ടെ, ഒറ്റപ്പെടേണ്ടി വന്നു. ഒറ്റപ്പെടലിന്റെ നടുവിലും എന്നെ നോക്കണേ, ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും വിളിച്ച ദൈവം കരുതാൻ മറന്നില്ല. കാക്ക കൃത്യമായി വന്നു. കഞ്ഞിയും പയറും കൊണ്ടല്ല വന്നേ, അപ്പോ ഇറച്ചിയായി. കഞ്ഞിയും പയറും നല്ല ഭക്ഷണം. കഞ്ഞിയും പയറും നല്ല ഭക്ഷണം. എനിക്ക് ഏറ്റവും ചിനുപാസിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് അത്. ഞങ്ങൾ എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഞാനും ലിബിയും കൂടെ കഞ്ഞി കുടിക്കാൻ പോകും രാത്രി.
ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. ഞങ്ങൾ ഇസ്രായേലിൽ പോയ സമയത്ത് നമ്മുടെ സഭയിലുള്ള അവിടെങ്ങും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ഇസ്രായേലിൽ പോയി ഞങ്ങൾക്ക് പരിചയമുള്ള സഹോദരി വിളിച്ച് കഞ്ഞി ഉണ്ടാക്കിച്ച് ഞങ്ങൾ നൈജീരിയ, ഞാനും ജിജി പാസ്റ്ററും രാജേഷ് പാസ്റ്ററും എല്ലാം കൂടെ പോയി ചോറും മോരും കൊണ്ടുവന്നു. അപ്പം ജോഷി പാസ്റ്റർ പറഞ്ഞു, ചരിത്രം എഴുതുമ്പോൾ നൈജീരിയയിൽ ആദ്യമായി ചോറും മോരുമായി വന്നവൻ എന്ന് എഴുതുമോ. അത് നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണമാണ്. പക്ഷേ ഏലിയാവിന് നല്ല അപ്പവും ഇറച്ചിയും, സമയം വിശക്കുന്ന സമയാന്നറിയാം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നല്ല അപ്പവും ഇറച്ചിയുമായി കാക്കയെത്തി, കൃത്യമായിട്ടെത്തി. എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കുകയല്ല. ഈ ശരിക്കും പറഞ്ഞാലേ ഈ മനുഷ്യൻ ഒറ്റപ്പെടുത്തിയെടുത്തേ ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, ആരാധനയ്ക്ക് പോയതിന്റെ പേരിൽ, സത്യം അറിഞ്ഞതിന്റെ പേരിൽ ഈ ഒറ്റപ്പെട്ട് നിന്നതിനകത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമൊന്നും ഇപ്പൊ എല്ലാരും കൂടെ ഉള്ളപ്പോ ഇല്ല. ഭാഷ അനുഭവിച്ചിട്ടുണ്ടോ? സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ തുറന്നു പറയാം, എന്റെ അനുഭവം പറഞ്ഞത്. ആ സന്തോഷമൊന്നും ആളും പരിവാരവും പരിപെട്ടതൊന്നും ഉള്ളപ്പോ ഇല്ല. ആ ഒറ്റപ്പെട്ടൊക്കെ നിന്ന് എല്ലാരും തെറി പറഞ്ഞ, ചീത്ത പറഞ്ഞ, എല്ലാരും എതിർത്താ, നീ എവിടോടാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, എവിടോടാന്നൊക്കെ ചോദിച്ചിങ്ങനെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞ് നിന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഗ്രേസ് ആയിരുന്നു. ചേർന്ന് രാമയും പറഞ്ഞു. അപ്പോ ഇറച്ചിയായി കാക്കയെത്തി. ഞാൻ ചോദിക്കട്ടെ, പ്രതിസന്ധിയുടെ നടുവിലും ദൈവം കരുതിയോ? അപ്പൊ ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ളവനാണോ? ആണോ? സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടേണ്ടി വന്നോ? അപ്പൊ ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ളവനാണോ? ഇപ്പോഴും സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണോ? അപ്പൊ ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ളവനാണോ? അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നോ? അപ്പൊ ഏലിയാവ് നിങ്ങൾക്ക് സ്വഭാവമുള്ളവനാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പ്രഖ്യാപിക്കുന്നത് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, ആ വാഗ്ദത്തത്തെ അവൻ നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നോ? അപ്പൊ ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ളവനാണോ? ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളിൽ ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. കിരീത്ത് തോട് പറ്റി കാക്കയുടെ വരവ് നിന്നു. ദൈവം ഏലിയാവിനെ സാരാപത്തിലേക്ക് അയച്ചു. ഡോക്ടർ കരുൺ ആൻഡ് പാസ്റ്റേഴ്സ്, ആർ യു റെഡി ടു റിസീവ് സംതിങ് ടുഡേ? ഞാൻ ഇത് പറഞ്ഞ് നിർത്തുകയാണ്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് 1 മണിക്ക് നിർത്തുമെന്നാണ്. 1:10 ഞാൻ അവസാനിപ്പിക്കുക. സാരാപത്ത് ആരുടെ സ്ഥലമാണെന്നറിയാവോ? ഇസബേലിന്റെ ജന്മനാടാണ്. ഇസബേലിന്റെ കുടുംബ വീടാണ് സാരാപത്ത്. പഠിച്ചാൽ മതി ചരിത്രം. ഏലിയാവിനെ കൊല്ലാൻ നടക്കുന്ന ആരാ? കണ്ടാ തട്ടിക്കളയും, വാണ്ടഡ് എന്ന് പറഞ്ഞ എല്ലായിടത്തും കൊണ്ട് പോസ്റ്റ് ഒട്ടിച്ചേക്കുന്ന ആരാ? ഇസബേൽ. പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇത്ര രൂപ ഇനാം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്ന ഇസബേലാ. ദൈവ ഏലിയാവിനെ അവളുടെ ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് കയറ്റി വിട്ടു. എന്നിട്ട് അവിടെ പോയി ആ ഒരു ഭവനത്തിനകത്ത്, ഒരു വിധവയുടെ വീട്ടിനകത്ത് ഏലിയാവിനെ 3.5 വർഷത്തോളം ആ പട്ടണത്തിൽ ദൈവം നിർത്തി. ഭൂമിയിലെ യഹോവ മഴ പെയ്യിക്കുന്ന നാൾ വരെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ദൂതൂടുണ്ട്. ഒരു സ്ത്രീ തനിച്ച് പാർക്കുന്ന വീട്ടിൽ ഒരു കുഞ്ഞേ കൂടുള്ളൂ. അവൾ വിധവയാണ്. ഏലിയാവ് ഒരു പുരുഷനാണ്. ആ വീട്ടിൽ, ആ സ്ഥലത്ത് ഈ പ്രവാചകൻ വിശുദ്ധനായി, വിശ്വസ്തനായി, പാപം ചെയ്യാത്തവനായി, നേരുള്ളവനായി നിന്ന ഒറ്റ കാരണം കൊണ്ടാണ് അടുത്ത തലത്തിൽ കയറി പിശാചിനെ അടിയാൻ കഴിയും. അറിയോ? നോക്കിയേ, സാത്താൻ ആരെയാ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ 90 പ്രസംഗമായിട്ട് നടക്കുന്ന 14 പാട്ട് കാണാതെ പഠിച്ച ആളെയല്ല, ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനെ. ഹല്ലേലൂയ. അവന്റെ വാക്കുകൾക്ക് ദൈവം ഒപ്പിടും. ദൈവത്തെ ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. ഒത്തിരി ചരിത്രം, അബ്രഹാം തുടങ്ങി ഒത്തിരി ചരിത്രത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തെ അനുസരിച്ചവരെ ദൈവം അനുസരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
മോശ പറഞ്ഞു ഇവരെ ഇപ്പൊ ന്യായം വിധിക്കണ്ടെന്ന്. ദൈവം വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് ഇന്ന് വില പേശുക. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ, 2 പേരെങ്കിലും, ദൈവമേ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടൂടെ. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ, ദൈവമേ 10 പേര്, ഒരാൾ, 2 പേര്, ഇങ്ങനെ സംസാരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ബന്ധം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സാരാഭത്തിൽ കയറാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ ഉപയോഗിക്കാൻ പോവാ. മനസ്സിലായില്ലല്ലേ? പിശാചിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി അടിക്കാൻ. നിന്റെ മുമ്പിൽ വന്ന കരീത്തും, നിന്റെ മുമ്പിൽ വന്ന വെല്ലുവിളികളും, നിന്റെ മുമ്പിൽ വന്ന സകല പ്രതിസന്ധികളും നിന്റെ പ്രമോഷനാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. കർത്താവേ, നീ എന്നോട് അറിയിച്ച എല്ലാ വാഗ്ദത്തങ്ങൾക്കായി നന്ദി. നീ എന്നെ ബലപ്പെടുത്തിയ വിശ്വസ്തതയ്ക്കായി നന്ദി. താങ്ക് യു ലോർഡ് ജീസസ്. ഇനി എല്ലാവരും എന്നെ ഒന്ന് നോക്കിയേ. ഏറ്റവും കൂടുതൽ മരണഭീഷണി നേരിട്ട മനുഷ്യനാണ് ഏലിയാവ്. പിടികിട്ടിയോ? ഇനി 2, പുള്ളി നിരാശനായി ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയിരുന്നിട്ട് പറഞ്ഞു മരിച്ചാ കൊള്ളാന്ന്. നിങ്ങൾക്ക് നിരാശ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിരാശ ഉണ്ടായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. ഡൗൺ ആ. ഏലിയാ പറഞ്ഞതാണ് ദൈവത്തോട്. ഏലിയാ പറഞ്ഞു എനിക്ക് മരിച്ചാ മതിയെന്ന്. നിരാശ വന്നിട്ടുള്ളവരുണ്ടോ? കൈ ഉയർത്താം. അപ്പൊ തന്നെ അപ്പുറത്ത് വിശ്വാസമുണ്ട്, ഇപ്പുറത്ത് നിരാശയുണ്ട്. അങ്ങനെയുള്ള ഒരു കൈ പൊക്കി പിടിച്ചേ. ഒട്ടും ഭാരപ്പെടണ്ട. ഏലിയാവ് നിനക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. ഏലിയാവ് നിനക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, ഏറ്റവും വലിയൊരു സത്യം, എല്ലാവരും തീർത്ത് കളയും എന്ന് വെല്ലുവിളിച്ച ഈ മനുഷ്യൻ ഇതുവരെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും പിടികിട്ടിയില്ല. അങ്ങനെ ഈ ചർച്ച കുറച്ചു പേരൊക്കെ ഉണ്ട്. മകളെ, മരണം കാണാതെ ചുഴലിക്കാറ്റിൽ മരിക്കാതെ ഉടലോടെ ദൈവം കൊണ്ടുപോയ ആളാണ് ഏലിയാവ്. ഈ കൂടുതൽ കയറി അങ്ങ് വെല്ലുവിളിച്ചാൽ ദൈവം അതിനകത്ത് കയറി അങ്ങ് നടപടിയെടുക്കും. ഈ പുള്ളിയെ തീർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ ഒരു ഭരണകൂടം മുഴുവൻ ശ്രമിച്ചതാണ്. പുള്ളി തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് മരിക്കണമെന്ന്. അപ്പൊ ദൈവം തീരുമാനിച്ചു, നിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഈ കാര്യത്തിലാണെങ്കിൽ നീ ആകണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ദൂത് റിലീസ് ചെയ്ത് വിടുകയാണ്. ശത്രു നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. ചില മിനിറ്റുകൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അത്ഭുതമായ പതിനായിരങ്ങളിൽ ഷാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഷാരോനിൽ റോജാവേ. ബൈബിൾ പറയുന്നു, അവൻ ദൈവമായിരിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനാണ് ഈ താണഭൂമിയിലേക്ക് അവൻ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോട് അവൻ അനുസരണമുള്ളവനാണ്. ക്രൂശിലെ മരണത്തോട്. മകളെ, യേശുവിനെ എല്ലാ നാമത്തിനും മുകളിൽ ദൈവം ഉയർത്തി. നിങ്ങളുടെ ജീവിതത്തിലെ കെരീത്തുകൾ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡുകളാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമാണ്. ഒരിക്കലും നിങ്ങളുടെ വേസ്റ്റിംഗ് ടൈം അല്ലത്. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ദൈവം നിന്നെ സാരാപ്പത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി
അടുത്ത ഒരു ജനറേഷനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. Thank you, Lord Jesus. Thank you, Holy Spirit of God. ഈ കൂട്ടത്തിൽ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചിട്ടില്ല. ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ, അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാനൊരു പാപിയാണ്. എന്നോട് കർത്താവേ നീ ക്ഷമിക്കണം. എൻ്റെ പാപത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ കഴുകണം. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കണം. യേശു ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബം വ്യത്യസ്തമാണ്. യേശു ക്രൂശിൽ കയറിയാൽ ക്രൂശ് വ്യത്യസ്തമാണ്. യേശു കാലിത്തൊഴുത്തിൽ കിടന്നാൽ ആ കാലിത്തൊഴുത്ത് വിലയേറിയതാകും. യേശു ഒരു വീട്ടിലോ നാട്ടിലോ എവിടെ വന്നാലും കർത്താവിൻ്റെ പ്രസൻസ് ഉള്ളിടം അത്ഭുതമായി മാറും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നു. കർത്താവേ, നിന്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം. സ്നാനപ്പെടുന്നത്, എന്നെ ശ്രദ്ധിച്ചാട്ടെ, സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനല്ല, ഒരു സംഘടനയുടെ ഭാഗമാകാനല്ല, യേശുവിൻ്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ, മരണത്തിനപ്പുറത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാണാൻ സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരാളല്ല. എനിക്ക് സ്നാനപ്പെട്ട് യേശുവിനായി ജീവിക്കണം എന്നുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. മക്കളെ, മോളെ, ആ കൈ ഉയർത്തിയവർ നന്നായി ഉയർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഈ കർത്താവിനായി എനിക്ക് ജീവിക്കണം. മോനെ, നന്നായി ഉയർത്തിക്കൂ. നിന്റെ ജീവിതത്തെ ദൈവം ഒരു അത്ഭുതമാക്കട്ടെ. മക്കളെ, നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് വരാമോ? ആർക്ക് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് മുമ്പിൽ വന്നാട്ടെ. ഓ അത്ഭുതമായ പുറകിൽ ആ കരമുയർത്തുക, മുന്നിലേക്ക് വന്നു. ഈ അമ്മയൊന്ന് കേച്ചു വിട്ടെ മുന്നിലോട്ട്. പതിനായിരങ്ങളിൽ സുന്ദരരെ അടുത്ത ഞായറാഴ്ചയല്ലേ ലൈവ് പ്ലീസ്. വേണ്ടി മുമ്പിൽ വന്നവർ, ഞാൻ ഒത്തിരി പ്രിയമുള്ളവരെ കാണുന്നു, ഒത്തിരി ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു, ഒത്തിരി യങ്സ്റ്റേഴ്സിനെ. ഞാൻ ഇവിടെ നിൽക്കുന്നത് മുഴുവൻ ഹൗ മെനി പീപ്പിൾ പാസ്റ്റർ? ഇവരെ ഒന്ന് കൈ ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്തേ കുഞ്ഞുങ്ങളെല്ലാം. കർത്താവെ, ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ ഫ്യൂച്ചറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് ദൈവം ഇവരുടെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള ദൈവവുമായി ആഴമേറിയൊരു ബന്ധമുണ്ടാകും. ആഴമേറിയൊരു ബന്ധം. പാസ്റ്റർമാര് ഇവരുടെ അടുത്ത് വന്ന് ഇവരോട് സുവിശേഷം പറയണം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവരുടെ കാർഡുകൾ ഫില്ലപ്പ് ചെയ്യണം. ശുശ്രൂഷകർ, വോളണ്ടിയേഴ്സ് ബ്ലസ് ചെയ്യുന്നു. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. ചില സൗഖ്യങ്ങൾ വന്നോ, ഇവരോട് സംസാരിച്ചു. റോബിൻ പാസ്റ്റർ, പേര്